ഡൽഹിയിൽ നിന്നും മുങ്ങി വയനാട് പൊങ്ങിയ പ്രിയങ്കയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ചരിത്രത്തിൽ നിന്നും കോൺഗ്രസ് തേഞ്ഞു മാഞ്ഞു പോകുന്നു എന്ന സൂചനകൾ നൽകിക്കൊണ്ട് ഡൽഹിയും ഇതാ കൈവിട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ രാഹുൽ ഗാന്ധി എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രിയങ്ക വയനാട്ടിലുണ്ട്, രാഹുലിനെ കാണാനോ ഇല്ലല്ലോ എന്ന ക്യാപ്ഷനോടെ ഒത്തിരി സംഘി പോരാളികൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. വയനാട്ടിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട ചെറിയ പുരോഗതികൾ ഉണ്ടാകുന്നുണ്ടെന്ന് പ്രതികരണം നൽകിക്കൊണ്ടായിരുന്നു പ്രിയങ്ക എത്തിയത്. വയനാട്ടുകാരുടെ ഏറെക്കാലത്തെ ആഗ്രഹം സഫലീകരിക്കാനാണ് പ്രിയങ്കയുടെ ശ്രമം. മാനന്തവാടിക്കടുത്തുള്ള വെള്ളമുണ്ടയിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ ബൂത്ത് ലെവൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ വയനാട് MP ആയ പ്രിയങ്ക മെഡിക്കൽ കോളേജ് ഒരു വലിയ പ്രശ്നമാണെന്നും പുരോഗതിയുടെ ചില ചെറിയ ചുവടുവയ്പ്പുകൾ സാവധാനത്തിലാണെന്നും വികസനങ്ങൾ വേഗത്തിൽ നടക്കുന്നതിന് നാം സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്നും പറഞ്ഞു. വയനാട്ടിൽ വന്ന പ്രിയങ്കയുടെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. So it was a plan to do these kind of meetings immediately after the election result came, but then Parliament started and then there was a Christmas festival season and also it got delayed. So I owe you a small apology for that. ഞാൻ ആദ്യമായി ക്ഷമയോദിക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടെന്ന് നമ്മൾ നടത്തേണ്ട ഒരു യോഗമാണ്. പക്ഷെ അതിനുശേഷം പാർലമെന്റ് സമ്മേളനം കൂടി, അതുപോലെ തന്നെ കുറേയധികം ആഘോഷങ്ങളുടെയൊക്കെ തിരക്കിലായതിനാണ് താമസിച്ചത്. So when I came to the election, I had only fought elections for my mother and brother in Raebareli and Amethi before that. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് പോരാടുന്നതിന് വേണ്ടി വന്നപ്പോൾ അതിനു മുൻപ് എൻ്റെ അനുഭവം മുഴുവൻ എൻ്റെ സഹോദരനും വേണ്ടി, അമ്മയ്ക്കും വേണ്ടി റായ്ബറേലിയിലും അമേഠിയിലും എല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അനുഭവമേ ഉണ്ടായിരുന്നുള്ളൂ. And before coming here, my brother told me, this is Kerala, you have to fight it differently here. പക്ഷെ ഞാനിവിടെ എത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇത് കേരളമാണ്, കേരളത്തിൽ വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. And he told me, in this election you have to leave everything to the booth workers and to the local. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാം ഈ നാട്ടിലെ ബൂത്തിലെ നേതാക്കന്മാർക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. And this is very difficult for me because all the time that I fought the election, I used to go to in the booths, I used to go and distribute the polling kits, I used to go and find who is the booth committee, go and meet the booth president and chairmen, and I used to go and do all this work myself. അത് എനിക്ക് വ്യത്യസ്തമായ അനുഭവമാണ്. പക്ഷേ കാരണം ഇതിനു മുൻപെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ തന്നെ നേരിട്ടാണ് ബൂത്തുകളിൽ ചെന്നിരുന്നത്, ബൂത്തിലെ കിറ്റുകൾ കൊടുത്തിരുന്നത്, ബൂത്തിലെ ഭാരവാഹികൾ കണ്ടിരുന്നത്, അതെല്ലാം ഞാൻ തന്നെ നേരിട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. So this is the first election in which I campaigned and everything was in your hands. അതുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു, ഞാൻ പ്രചരണത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു, പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്തു. For me it was a very new experience. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പുതിയ ഒരു അനുഭവമായിരുന്നു അത്. And I must say that it was a very beautiful experience. ഞാൻ പറയട്ടെ, അത് വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. Because although I myself was worried because I was leaving everything to my colleagues and to all of you and not knowing every little detail, but I saw how you worked. എനിക്ക് ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. കാരണം ഞാനല്ല ചെയ്തത്, എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ മുൻപ് ചെയ്തിരുന്നതെല്ലാം ഞാൻ നേരിട്ട് ഉൾപ്പെട്ടുകൊണ്ട് ചെയ്തിരുന്നതായിരുന്നു. How well organized you are as a force. നിങ്ങൾ ഒരു ശക്തി എന്ന രീതിയിൽ എത്രമാത്രം സംഘടിതമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. How you work together in every booth. നിങ്ങൾ ഒരുമിച്ച് എല്ലാ ബൂത്തിലും എങ്ങനെയാണ് പരസ്പര സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. And how you motivated people to vote for the Congress, to vote for me and to come together and come out and vote during this election. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് അവരെ അധികം സ്വാധീനിച്ചതെന്നും അവരെ കൂട്ടത്തോടെ ബൂത്തിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. I am very, very proud to see the way the organization of the Congress party and all the UDF works over here. ഈ UDFന്റെയും കോൺഗ്രസ് സംഘടനയുടെയും സംഘടനാ പ്രവർത്തനം എത്രമാത്രം ശക്തമായിട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. It's really an example that we should follow in all the other states also. ഇത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ കൂടി നമ്മൾ അനുകരിക്കേണ്ട മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നു. So the first and
Most important thing I want to say to all of you is thank you very, very much from my heart for all the hard work you put in. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ പറയേണ്ടത് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളോട് നിങ്ങളിട്ട പ്രവർത്തനത്തിന്, നിങ്ങൾ ഇട്ട എഫേർട്ടിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. So for me, winning this election, it was a symbol of the trust, the love, the faith that the people of Wayanad put in me, and it was also a symbol of the trust that all of you are putting in me. എന്നെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളും നിങ്ങൾ ഓരോ പ്രവർത്തകരും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ കൂടി ലക്ഷണമാണ്. All of you embraced me like family. My brother had told me that before I came here. He said, you will see, you will get so much love in Wayanad, it will become like your family. But I didn't even expect how much love I got over here. ഈ എല്ലാവരും എന്നെ ആശ്ലേഷിച്ചു, എല്ലാവരും എന്നെ ചേർത്ത് നിർത്തി. എൻ്റെ സഹോദരൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കുന്നതെന്ന് നോക്കിക്കോളൂ. പക്ഷെ ഞാൻ അത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. So this victory in the election, it doesn't belong to me, it belongs to all of you. അതുകൊണ്ട് ഈ വിജയം എനിക്കല്ല, പക്ഷെ ആ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And now for the next 4.5 years, we have our work cut out for us. ഇനി നമുക്ക് അടുത്ത 4.5 വർഷക്കാലം നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഒരുമിച്ച്. As you already know, it is not only during the elections that we need to reach out to people. We need to be there to hold their hands if something happens. If there is some trouble, we need to be by their side. If there is anything that we can do, we need to be present to be able to do that for them. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത്. ജനങ്ങളുടെ ഓരോ കഷ്ടതയിലും അവർക്ക് ആവശ്യമുള്ളപ്പോൾ, അവർ ദുരിതങ്ങൾ നേരിടുമ്പോൾ, അവർക്ക് വേണ്ടപ്പോഴെല്ലാം നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കണം. In fact, it is much more so in the everyday life than only at election time. In the everyday life of people, we have to be there, we have to be present. They have to know who the UDF person is. They have to be able to reach us when they need us. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, അവരുടെ ഓരോ ദിവസത്തെയും അവരുടെ ജീവിതത്തിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അവർക്കൊരു കഷ്ടത വരുമ്പോൾ, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ UDFന്റെ നേതാക്കന്മാരെ സമീപിക്കാൻ കഴിയുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയണം. Our fight here is at 2 levels. At one level, all of us in the UDF are fighting for our country. We are fighting for our constitution and its values. നമ്മൾ 2 തലത്തിലാണ് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു തലത്തിൽ നമ്മൾ UDFന്റെ നേതാക്കന്മാരെല്ലാവരും നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുക, രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തേണ്ടതുണ്ട്. And that is a fight which we fight together. You fight it here, we fight it here, and in Parliament for you, in Delhi, in other states. All of us together are fighting for this. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഇവിടെ നമ്മുടെ മണ്ഡലങ്ങളിൽ, നമ്മുടെ സംസ്ഥാനത്ത്, അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിലെല്ലാം നമ്മൾ ആ പോരാട്ടം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. Because our country has never seen a period like this, in which the government itself is doing everything to weaken the constitution and to weaken democracy in India. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്തരത്തിൽ കണ്ടിട്ടില്ല. ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്നതാണ്. And to make them answerable to the public is our job. അവരെ ജനങ്ങളോട് അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. To question them, to remind them that we all work under this constitution, that these values are dear to us, that we will not let them destroy our nation and our constitution is our job. അവരെ ചോദ്യം ചെയ്യാനും അവരെ ഓർമ്മപ്പെടുത്താനും ഈ ഭരണഘടനയെ ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി അവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും നമ്മൾ അവരെ ഓർമ്മപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. And at the same time we are also fighting at another level, and that level is to be able to be of help and to be able to resolve as many problems of the people of Wayanad as we can. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും അവരോടൊപ്പം നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ്. Many months have passed since the tragic landslide over here. വയനാട് ദുരിതമുണ്ടായതിനു ശേഷം, മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം കുറേയധികം മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. Yet people are still suffering. They still don't have the full housing that they should have, the compensation that they should have. പക്ഷേ ഇപ്പോഴും
മനുഷ്യർ ദുരിതത്തിലാണ്. അവർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരം ലഭിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വീട് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. I think through the efforts of all of us, because we continue to raise our voices even in Parliament and outside of it, at least it was declared a disaster of severe nature. ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് ഉയർത്തിയ ശബ്ദത്തിന്റെ പോരാട്ടത്തിന്റെ ഫലമായി, ലോക്സഭയിൽ ഉൾപ്പെടെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ ഇതിനെ പ്രഖ്യാപിച്ചു എന്നുള്ളത് നമ്മുടെ വിജയമാണ്. And through that, hopefully more funds will come. But we have to continue to raise the voice of the landslide victims and for their families, and continue to help them to get through this very difficult phase of their lives so that they can move forward and have a successful future. അതുവഴിക്ക് നമുക്ക് കുറേയേറെ ഫണ്ടുകൾ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ ദുരന്തബാധിതരുടെ ശബ്ദമായി അവരുടെ കഷ്ടതകൾ ജനങ്ങളിലേക്ക്, സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാൻ, അവർക്കൊപ്പം നിന്ന് പോരാടാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. There are many day-to-day problems, roads, issues in schools, water, all the day-to-day health facilities, the day-to-day problems that we have to work on a daily basis to resolve. നമുക്ക് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളുണ്ട്. റോഡുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ആരോഗ്യരംഗം ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളിൽ അത് ദൈനംദിന പ്രശ്നങ്ങളാണ്. ആ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്ന് പോരാടേണ്ടതുണ്ട്. Health services, especially in tribal areas. ഈ ഗോത്രവർഗ മേഖലയിൽ, ആദിവാസി മേഖലയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. Rahul ji had provided some ambulances and done a lot of work here, but we have to continue that work and strengthen his work. രാഹുൽജി MP ആയിരുന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് വാഹനങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തിരുന്നു. പക്ഷേ നമുക്കതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. You spoke about the medical college. It is a big issue, another one that we are going to fight for and continue to fight for. Some small steps of progress are being made slowly. We need to push and pressurize the government so that pace improves, so that these developments take place faster. ഇവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് നമുക്ക് കുറേയധികം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെറിയ ഇതോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ അതിന്റെ വേഗത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. Tourism was deeply affected when the landslide happened, and that still has not picked up to the pace that we would like. So we need to push that, and that work I will work on and try to do my best to improve that and to help especially the homestay people that have suffered. ചൂരൽമല ദുരന്തമുണ്ടായതിനു ശേഷം ടൂറിസം മേഖല കാര്യമായിട്ടുള്ള പ്രശ്നത്തിലാണ്. ആ മേഖലയെ നമുക്ക് മുന്നോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഞാൻ ഉറപ്പു നൽകുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി ഇടപെടും. നമ്മുടെ ഹോം സ്റ്റേകൾ ഉൾപ്പെടെ വയനാടിന്റെ ടൂറിസം രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം. The night traffic ban is another very complex and difficult issue. For that, we have initiated some discussions with all the stakeholders, so that if we can find a solution, and whatever solution we find is something that helps everybody on all sides. നമ്മുടെ യാത്രാ നിരോധനം അത് വലിയ ഒരു പ്രശ്നമാണ്. അത് വളരെയധികം സങ്കീർണമായിട്ടുള്ള വിഷയവും വളരെ പാടുപെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഇതിന്റെ ഭാഗവാക്കായിട്ടുള്ള എല്ലാവരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോട്ട് പോകുന്നതിന് വലിയ പ്രയത്നങ്ങൾ ആവശ്യമാണ്. So we are going to initiate conversations with all stakeholders, and we are going to try to do what we can to find a resolution for that. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരുമായി നമ്മൾ സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യും. I was here some days ago because a lady was killed by a tiger. ഞാനിവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയിരുന്നു. കാരണം നമ്മുടെ രാധ എന്ന് പറയുന്ന സ്ത്രീ ഒരു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. And in these last 1.5 months, 3 more people have been killed by elephants. മാത്രമല്ല കഴിഞ്ഞ 1.5 മാസക്കാലം 3 പേരോളം ഈ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. So the man-animal conflict, not just in the cost of human life, but cost to your livelihood, is a big issue here. അതുകൊണ്ട് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ജീവനോപാധികളും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് വലിയ ഒരു പ്രശ്നമായി തന്നെ മാറിയിരിക്കുന്നു. I held a meeting with the district magistrate when I came last, and they also explained to me that they are themselves having a lot of difficulty because they need more funds and they need more help to be able to do as much as they can do to help with this
situation. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവരുമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടന്നു. അവരും വലിയ ആശങ്കയിലാണ്. കാരണം ഇതിന് നേരിടുന്നതിന് കൂടുതലായിട്ടുള്ള ഫണ്ട് ആവശ്യമായിട്ടുണ്ട്, സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിനെയെല്ലാം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് പരിമിതികളുണ്ട് എന്ന് അവർ പറഞ്ഞു. And I promised them that I will work together with them and we will together try to find as much funding as we can to help them to do the work that they need to do, and also to find new types of solutions for this problem that may be able to help you find a more permanent solution. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അവരോടൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധരാണ്. ഇവിടെ ഫണ്ടിന്റെ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. മാത്രമല്ല പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സാഹചര്യങ്ങളിൽ ഇതിനെ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. All these are bigger, complex issues. They take time to resolve. But I think with the right kind of work and the right kind of understanding, we can move forward on that. ഇതെല്ലാം വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ, ശരിയായ വഴികൾ നമ്മൾ കണ്ടെത്തിയാൽ നമുക്കിതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. To all of you, I want to say that you must reach out to me. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം, എന്നോട് ബന്ധപ്പെടാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. Wherever there are problems in all your areas, with the families that you work with and that you know, you must bring those problems to me and to all of us so that we can react to them quickly, so that we can work with you to resolve them. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, അവിടെയുള്ള കുടുംബങ്ങളിൽ അവർക്കുണ്ടാവുന്ന കഷ്ടതകൾ, ദുരിതങ്ങൾ, അതെല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അത് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നമുക്ക് നടത്താവുന്നതാണ്. You must feel free to tell me whatever issues you have, to criticize our work, to correct me if I am wrong, to tell me if you feel that there is something I should do differently. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നതിനും യാതൊരു വിധത്തിലുമുള്ള സങ്കോചത്തിന്റെയും ആവശ്യമില്ല. ഞാൻ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Because I am just beginning this journey with all of you. കാരണം ഞാൻ നിങ്ങളോടൊപ്പം ഈ യാത്രയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. So you are my guides and you must treat me like your little sister. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എന്റെ മാർഗദർശികൾ. നിങ്ങളുടെ ഒരു സഹോദരി എന്ന നിലയിൽ നിങ്ങൾ എന്നെ നേർവഴി നടത്താൻ ശ്രമിക്കും. You must teach me the ways that you work over here. Teach me about your livelihoods, about your lives, and tell me about your problems so that I understand them fully. നിങ്ങളുടെ ജീവിത രീതികളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്നെ പഠിപ്പിക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്നെ അറിയിക്കണം, എന്നെ ബോധവാദിയാക്കണം. കാരണം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യമാണ്. And on my part, I will do my best to prove to you that I am here, that I am available to you anytime, and that I am here to stand side by side with you to help you to work for the people of Wayanad. ഞാൻ ഒരു കാര്യം ഉറപ്പു തരുന്നു, ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. നിങ്ങൾക്ക് ചേർന്നുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. So my deepest gratitude to all of you for all the work you did during the election and for all the work that lies ahead of us in which you are going to participate fully. I believe that all of you want photographs also. So I think what we'll do is by group we'll take the pictures after this meeting. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രവർത്തനത്തിനും ഇനി മുന്നോട്ട് നമ്മൾ ഒരുമിച്ച് നടത്താൻ പോകുന്ന പ്രവർത്തനത്തിനും ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിത്രങ്ങൾ എന്തൊപ്പം വേണം എന്ന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ഈ വേദിയിൽ ഓരോരോ ഗ്രൂപ്പായി നമുക്ക് തിരിഞ്ഞ് നമുക്ക് ആ ചിത്രങ്ങൾ എടുക്കാം എന്ന് കൂടി. Thank you very much. നന്ദി, എല്ലാവരോടും നന്ദി. അടുത്ത പ്രോഗ്രാം, നെക്സ്റ്റ് പ്രോഗ്രാം I am in. So first of all, I would like to welcome all the leaders on the stage, all my colleagues of the UDF, and of course all of you, my dear sisters and brothers here from the UDF. Over here, it's been a long overdue meeting.
ഞാൻ ആദ്യമായി വേദിയിലിരിക്കുന്ന എല്ലാ UDF നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ യോഗത്തിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ സഹപ്രവർത്തക സഹോദരന്മാരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് കുറെ നാളുകളായി അല്പം വൈകിയ ഒരു മീറ്റിംഗ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി. So it was our plan to do these kind of meetings immediately after the election result came, but then Parliament started and then there was the Christmas festival season and also it got delayed. So I owe you a small apology for that. ഞാൻ ആദ്യമായി ക്ഷമയോദിക്കുകയാണ്. കാരണം ഇത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടെന്ന് നമ്മൾ നടത്തേണ്ട ഒരു യോഗമാണ്. പക്ഷെ അതിനുശേഷം പാർലമെന്റ് സമ്മേളനം കൂടി അതുപോലെ തന്നെ കുറേയധികം ആഘോഷങ്ങളുടെയൊക്കെ തിരക്കിലായതിനാണ് താമസിച്ചത്. So when I came to the election, I had only fought elections for my mother and brother in Raebareli and Amethi before that. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് പോരാടുന്നതിന് വേണ്ടി വന്നപ്പോൾ അതിനു മുൻപ് എൻ്റെ അനുഭവം മുഴുവൻ എൻ്റെ സഹോദരനും വേണ്ടി അമ്മയ്ക്കും വേണ്ടി റായ്ബറേലിയിലും അമേഠിയിലും എല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അനുഭവമേ ഉണ്ടായിരുന്നു. And before coming here, my brother told me, this is Kerala, you have to fight it differently here. പക്ഷെ ഞാനിവിടെ എത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇത് കേരളമാണ്, കേരളത്തിൽ വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. And he told me, in this election you have to leave everything to the booth workers and to the local. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാം ഈ നാട്ടിലെ ബൂത്തിലെ നേതാക്കന്മാർക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. And this is very difficult for me because all the time that I fought the election, I used to go to in the booths, I used to go and distribute the polling kits, I used to go and find who is the booth committee, go and meet the booth president and chairman, and I used to go and do all this work myself. അത് എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. പക്ഷേ കാരണം ഇതിനു മുൻപെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ തന്നെ നേരിട്ടാണ് ബൂത്തുകളിൽ ചെന്നിരുന്നത്, ബൂത്തിലെ കിറ്റുകൾ കൊടുത്തിരുന്നത്, ബൂത്തിലെ ഭാരവാഹികൾ കണ്ടിരുന്നത്, അതെല്ലാം ഞാൻ തന്നെ നേരിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. So this is the first election in which I campaigned and everything was in your hands. അതുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. ഞാൻ പ്രചരണത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു, പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്തു. For me it was a very new experience. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പുതിയ ഒരു അനുഭവമായിരുന്നു അത്. And I must say that it was a very beautiful experience. ഞാൻ പറയട്ടെ, അത് വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. Because although I myself was worried because I was leaving everything to my colleagues and to all of you and not knowing every little detail, but I saw how you worked. എനിക്ക് ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. കാരണം ഞാനല്ല ചെയ്തത്, എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ മുൻപ് ചെയ്തിരുന്നതെല്ലാം ഞാൻ നേരിട്ട് ഉൾപ്പെട്ടുകൊണ്ട് ചെയ്തിരുന്നതായിരുന്നു. How well organized you are as a force. നിങ്ങൾ ഒരു ശക്തി എന്ന രീതിയിൽ എത്രമാത്രം സംഘടിതമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. How you work together in every booth. നിങ്ങൾ ഒരുമിച്ച് എല്ലാ ബൂത്തിലും എങ്ങനെയാണ് പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. And how you motivated people to vote for the Congress, to vote for me and to come together and come out and vote during this election. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് അവരെ അധികം സ്വാധീനിച്ചതെന്നും അവരെ കൂട്ടത്തോടെ ബൂത്തിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. I am very, very proud to see the way the organization of the Congress party and all the UDF works over here. ഈ UDFന്റെയും കോൺഗ്രസ് സംഘടനയുടെയും സംഘടനാ പ്രവർത്തനം എത്രമാത്രം ശക്തമായിട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. It's really an example that we should follow in all the other states also. ഇത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി നമ്മൾ അനുകരിക്കേണ്ട മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നു. So the first and most important thing I want to say to all of you is thank you very, very much from my heart for all the hard work you put in. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ പറയേണ്ടത് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ പ്രവർത്തനത്തിന്, നിങ്ങളുടെ എഫേർട്ടിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. So for me, winning this election, it was a symbol of the trust, the love, the faith that the people of Wayanad put in me, and it was also a symbol of the trust that all of you are putting in me. എന്നെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയും വയനാട്ടിലെ ജനങ്ങളും നിങ്ങൾ ഓരോ പ്രവർത്തകരും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ കൂടി ലക്ഷണമാണ്. All of you embraced me like family. My brother had told me that before I came here. He said, "You'll see, you will get so much love in Wayanad, it will become like your family."
But I didn't even expect how much love I got over him. ഈ എല്ലാവരും എന്നെ ആശ്ലേഷിച്ചു, എല്ലാവരും എന്നെ ചേർത്ത് നിർത്തി. എൻ്റെ സഹോദരൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കുന്നതെന്ന് നോക്കിക്കോളൂ. പക്ഷെ ഞാൻ അത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. So this victory in the election, it doesn't belong to me, it belongs to all of you. അതുകൊണ്ട് ഈ വിജയം എനിക്കല്ല, പക്ഷെ ആ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And now for the next 4.5 years, we have our work cut out for us. ഇനി നമുക്ക് അടുത്ത 4.5 വർഷക്കാലം നമുക്ക് കുറെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഒരുമിച്ച്. As you already know, it is not only during the elections that we need to reach out to people. We need to be there to hold their hands if something happens. If there is some trouble, we need to be by their side. If there is anything that we can do, we need to be present to be able to do that for them. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത്. ജനങ്ങളുടെ ഓരോ കഷ്ടതയിലും അവർക്ക് ആവശ്യമുള്ളപ്പോൾ, അവർ ദുരിതങ്ങൾ നേരിടുമ്പോൾ, അവർക്ക് വേണ്ടപ്പോഴെല്ലാം നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കണം. In fact, it is much more so in the everyday life than only at election time. In the everyday life of people, we have to be there, we have to be present. They have to know who the UDF person is. They have to be able to reach us when they need us. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, അവരുടെ ഓരോ ദിവസത്തെയും അവരുടെ ജീവിതത്തിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അവർക്കൊരു കഷ്ടത വരുമ്പോൾ, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ UDFന്റെ നേതാക്കന്മാരെ സമീപിക്കാൻ കഴിയുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയണം. Our fight here is at 2 levels. At one level, all of us in the UDF are fighting for our country. We are fighting for our constitution and its values. നമ്മൾ 2 തലത്തിലാണ് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു തലത്തിൽ നമ്മൾ UDFന്റെ നേതാക്കന്മാരെല്ലാവരും നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിച്ച് രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തേണ്ടതുണ്ട്. And that is a fight which we fight together. You fight it here, we fight it here, and in Parliament for you, in Delhi, in other states. All of us together are fighting for this. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഇവിടെ നമ്മുടെ മണ്ഡലങ്ങളിൽ, നമ്മുടെ സംസ്ഥാനത്ത്, അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിലെല്ലാം നമ്മൾ ആ പോരാട്ടം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. Because our country has never seen a period like this, in which the government itself is doing everything to weaken the constitution and to weaken democracy in India. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്തരത്തിൽ കണ്ടിട്ടില്ല. ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്നതാണ്. And to make them answerable to the public is our job. അവരെ ജനങ്ങളോട് അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. To question them, to remind them that we all work under this constitution, that these values are dear to us, that we will not let them destroy our nation and our constitution is our job. അവരെ ചോദ്യം ചെയ്യാനും അവരെ ഓർമ്മപ്പെടുത്താനും ഈ ഭരണഘടനയെ ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി അവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും നമ്മൾ അവരെ ഓർമ്മപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. And at the same time we are also fighting at another level, and that level is to be able to be of help and to be able to resolve as many problems of the people of Wayanad as we can. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും അവരോടൊപ്പം നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ്. Many months have passed since the tragic landslide over here. വയനാട് ദുരിതമുണ്ടായതിനു ശേഷം, മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം കുറേയധികം മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. Yet people are still suffering. They still don't have the full housing that they should have, the compensation that they should have. പക്ഷേ ഇപ്പോഴും മനുഷ്യർ ദുരിതത്തിലാണ്. അവർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരം ലഭിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വീട് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. I think through the efforts of all of us, because we continue to raise our voices even in Parliament and outside of it, at least it was declared a disaster of severe nature. ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് ഉയർത്തിയ ശബ്ദത്തിന്റെ പോരാട്ടത്തിന്റെ ഫലമായി, ലോക്സഭയിൽ ഉൾപ്പെടെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ ഇതിനെ പ്രഖ്യാപിച്ചു എന്നുള്ളത് നമ്മുടെ വിജയമാണ്. And through that hopefully more funds will come. But we have to continue to raise the voice of the landslide victims and for their families and continue to help them
to get through this very difficult phase of their lives so that they can move forward and have a successful future. അതുവഴിക്ക് നമുക്ക് കുറേയേറെ ഫണ്ടുകൾ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ ദുരന്തബാധിതരുടെ ശബ്ദമായി അവരുടെ കഷ്ടതകൾ ജനങ്ങളിലേക്ക് സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാൻ അവർക്കൊപ്പം നിന്ന് പോരാടാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. There are many day-to-day problems, roads, issues in schools, water, all the day-to-day health facilities, the day-to-day problems that we have to work on a daily basis to resolve. നമുക്ക് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളുണ്ട്. റോഡുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ആരോഗ്യരംഗം ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളിൽ അത് ദൈനംദിന പ്രശ്നങ്ങളാണ്. ആ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്ന് പോരാടേണ്ടതുണ്ട്. Health services, especially in tribal areas. ഈ ഗോത്രവർഗ മേഖലയിൽ, ആദിവാസി മേഖലയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. Rahulji had provided some ambulances and done a lot of work here, but we have to continue that work and strengthen his work. രാഹുൽജി MP ആയിരുന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് വാഹനങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തിരുന്നു. പക്ഷേ നമുക്കതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. You spoke about the medical college. It is a big issue, another one that we are going to fight for and continue to fight for. Some small steps of progress are being made slowly. We need to push and pressurize the government so that that pace improves, so that these developments take place faster. ഇവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് നമുക്ക് കുറേയധികം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെറിയ ഇതോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ അതിന്റെ വേഗത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. Tourism was deeply affected when the landslide happened, and that still has not picked up to the pace that we would like. So we need to push that, and that work I will work on and try to do my best to improve that and to help especially the homestay people that have suffered. ചൂരൽമല ദുരന്തമുണ്ടായതിനു ശേഷം ടൂറിസം മേഖല കാര്യമായിട്ടുള്ള പ്രശ്നത്തിലാണ്. ആ മേഖലയെ നമുക്ക് മുന്നോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഞാൻ ഉറപ്പു നൽകുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി ഇടപെടും. നമ്മുടെ ഹോം സ്റ്റേകൾ ഉൾപ്പെടെ വയനാടിന്റെ ടൂറിസം രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം. The night traffic ban is another very complex and difficult issue. For that, we have initiated some discussions with all the stakeholders, so that whatever if we can find a solution, and whatever solution we find is something that helps everybody on all sides. നമ്മുടെ യാത്രാ നിരോധനം അത് വലിയ ഒരു പ്രശ്നമാണ്. അത് വളരെയധികം സങ്കീർണമായിട്ടുള്ള വിഷയവും വളരെ പാടുപെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഇതിന്റെ ഭാഗവാക്കായിട്ടുള്ള എല്ലാവരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോട്ട് പോകുന്നതിന് വലിയ പ്രയത്നങ്ങൾ ആവശ്യമാണ്. So we are going to initiate conversations with all stakeholders, and we are going to try to do what we can to find a resolution for that. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരുമായി നമ്മൾ സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യും. I was here some days ago because a lady was killed by a tiger. ഞാനിവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയിരുന്നു. കാരണം നമ്മുടെ രാധ എന്ന് പറയുന്ന സ്ത്രീ ഒരു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. And in these last 1.5 months, 3 more people have been killed by elephants. മാത്രമല്ല കഴിഞ്ഞ 1.5 മാസക്കാലം 3 പേരോളം ഈ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. So the man-animal conflict, not just in the cost of human life, but cost to your livelihoods, is a big issue here. അതുകൊണ്ട് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ജീവനോപാധികളും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് വലിയ ഒരു പ്രശ്നമായി തന്നെ മാറിയിരിക്കുന്നു. I held a meeting with the district magistrate when I came last, and they also explained to me that they are themselves having a lot of difficulty because they need more funds and they need more help to be able to do as much as they can do to help with this situation. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവരുമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടന്നു. അവരും വലിയ ആശങ്കയിലാണ്. കാരണം ഇതിന് നേരിടുന്നതിന് കൂടുതലായിട്ടുള്ള ഫണ്ട് ആവശ്യമായിട്ടുണ്ട്, സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെല്ലാം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് പരിമിതികളുണ്ട് എന്ന് അവർ പറഞ്ഞു. And I promised them that I will work together with them
and we will together try to find as much funding as we can to help them to do the work that they need to do, and also to find new types of solutions for this problem that may be able to help you find a more permanent solution. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അവരോടൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധരാണ്. ഇവിടെ ഫണ്ടിന്റെ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. മാത്രമല്ല പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സാഹചര്യങ്ങളിൽ ഇതിനെ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. All these are bigger, complex issues. They take time to resolve. But I think with the right kind of work and the right kind of understanding, we can move forward on that. ഇതെല്ലാം വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ, ശരിയായ വഴികൾ നമ്മൾ കണ്ടെത്തിയാൽ നമുക്കിതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. To all of you, I want to say that you must reach out to me. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം, എന്നോട് ബന്ധപ്പെടാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. Wherever there are problems in all your areas with the families that you work with and that you know, you must bring those problems to me and to all of us so that we can react to them quickly, so that we can work with you to resolve them. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, അവിടെയുള്ള കുടുംബങ്ങളിൽ അവർക്കുണ്ടാവുന്ന കഷ്ടതകൾ, ദുരിതങ്ങൾ, അതെല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അത് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നമുക്ക് നടത്താവുന്നതാണ്. You must feel free to tell me whatever issues you have, to criticize our work, to correct me if I'm wrong, to tell me if you feel that there is something I should do differently. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നതിനും യാതൊരു വിധത്തിലുമുള്ള സങ്കോചത്തിന്റെയും ആവശ്യമില്ല. ഞാൻ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Because I am just beginning this journey with all of you. കാരണം ഞാൻ നിങ്ങളോടൊപ്പം ഈ യാത്രയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. So you are my guides and you must treat me like your little sister. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എന്റെ മാർഗദർശികൾ. നിങ്ങളുടെ ഒരു സഹോദരി എന്ന നിലയിൽ നിങ്ങൾ എന്നെ നേർവഴി നടത്താൻ ശ്രമിക്കും. You must teach me the ways that you work over here. Teach me about your livelihoods, about your lives, and tell me about your problems so that I understand them fully. നിങ്ങളുടെ ജീവിത രീതികളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്നെ പഠിപ്പിക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്നെ അറിയിക്കണം, എന്നെ ബോധവാരിയാക്കണം. കാരണം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യമാണ്. And on my part, I will do my best to prove to you that I am here, that I am available to you anytime, and that I am here to stand side by side with you to help you to work for the people of Wayanad. ഞാൻ ഒരു കാര്യം ഉറപ്പു തരുന്നു, ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. നിങ്ങൾക്ക് ചേർന്നുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. So my deepest gratitude to all of you for all the work you did during the election and for all the work that lies ahead of us in which you are going to participate fully. I believe that all of you want photographs also. So I think what we'll do is by group we'll take the pictures after this meeting. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രവർത്തനത്തിനും ഇനി മുന്നോട്ട് നമ്മൾ ഒരുമിച്ച് നടത്താൻ പോകുന്ന പ്രവർത്തനത്തിനും ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിത്രങ്ങൾ എൻ്റെ ഒപ്പം വേണം എന്ന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ഈ വേദിയിൽ ഓരോരോ ഗ്രൂപ്പായി നമുക്ക് തിരിഞ്ഞ് നമുക്ക് ആ ചിത്രങ്ങൾ എടുക്കാം എന്ന് കൂടിയാണ്. Thank you very much. നന്ദി.